സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് അപ്പ് കേരളയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 72ാമത് എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ദേശീയപാത 2ാം ബ്രീച്ചിന്റെ അവസാന ഭാഗമായ കാപ്പിരിക്കാട് മുതൽ വടക്കോട്ട് പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ വരെയുള്ള വീഡിയോകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവതരിപ്പിച്ചത്. ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ പന്തേപാലം അണ്ടർപാസ് വരെയുള്ള ഭാഗങ്ങളുടെ പുതിയ ഡെവലപ്മെന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിലവിലുള്ള ചമ്രവട്ടം സിഗ്നൽ ഉൾപ്പെടുന്ന പ്രദേശത്ത്, ജംഗ്ഷൻ പ്രദേശത്ത് ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത് എന്ന് മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഫ്ലൈ ഓവറിന്റെ കാര്യമായ പ്രവൃത്തികളൊന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഫ്ലൈ ഓവറിന്റെ പ്രാരംഭ പ്രവൃത്തികൾ, പൈലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ചമ്രവട്ടം ജംഗ്ഷൻ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടങ്ങളിലൊക്കെ ടാറിംഗ് പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള റോഡിന്റെ ഇടതുഭാഗം ചേർന്ന് പ്രൈമറി ബിറ്റ്വിൻ കോട്ടിംഗ് പ്രവൃത്തികളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ച് ബിറ്റ്വിൻ സെക്കൻഡ് കോട്ടിംഗ് പ്രവൃത്തികൾ പല സ്ഥലങ്ങളിലും നടന്നു വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അവിടെ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് നൈതല്ലൂർ അത്താണി അണ്ടർപാസിന്റെ സമീപത്തേക്കാണ്. നൈതല്ലൂർ അത്താണി അണ്ടർപാസിന്റെ സമീപത്ത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികളുടെ പ്രാഥമിക വർക്കുകളൊക്കെ ആരംഭിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അണ്ടർപാസിന്റെ മുകൾ ഭാഗം, ഉപരിതല ഭാഗം കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രദേശത്തിന്റെ ഒക്കെ 3 മാസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിന് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായ പ്രവൃത്തിയുടെ പുരോഗതികൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പ്രേക്ഷകരോട് നേരത്തെ മുൻ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ് എങ്കിലും ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ട്രിപ്പ് അപ്പ് കേരളയുടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീഡിയോകളൊക്കെ തന്നെ പൂർണ്ണമായും 4K ക്ലാരിറ്റിയിലുള്ള വീഡിയോകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ തലത്തിൽ അതിൻ്റെ ദൃശ്യ മികവോടുകൂടി ആസ്വദിക്കുന്നതിന് വേണ്ടി
നിങ്ങളിൽ നമുക്കറിയാം പല ഒട്ടുമിക്ക ആളുകൾ മൊബൈൽ ഫോണിലാണ് ചാനൽ കാണുന്നത് എങ്കിലും കഴിയാവുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ സ്മാർട്ട് ടി വി LED പോലുള്ള സംവിധാനങ്ങളിലോ ഒക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ കഴിയാവുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ചാനൽ അതിലൊന്ന് പ്ലേ ചെയ്ത് കാണണമെന്നും അതിൻ്റെ പൂർണ്ണമായ ദൃശ്യമികവ് ആസ്വദിക്കണമെന്നും സാന്ദർഭികമായി നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പന്തേപാലം അണ്ടർപാസ് പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് നരിപ്പറമ്പ് ജംഗ്ഷൻ അണ്ടർപാസിലേക്കാണ്. നരിപ്പറമ്പ് ജംഗ്ഷൻ അണ്ടർപാസ് എത്തുന്നതിനിടയിലുള്ള പ്രദേശങ്ങളിലൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ വളരെയധികം പുരോഗമിച്ചതായും അവിടെ റോഡ് നല്ല വീതിയിൽ തന്നെ ടാർ ചെയ്തിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്കിലും നിലവിൽ റോഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. നരിപ്പറമ്പ് അണ്ടർപാസിലേക്ക് നമ്മൾ എത്തുന്നതോടുകൂടി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഇരുഭാഗത്തും പ്രത്യേക ലോക്ക് കട്ടകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഡ്രോൺ ക്യാമറയിലാകുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ കാഴ്ചയിലേക്ക് നമുക്കത് കാണാൻ പ്രയാസമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും റോഡിന്റെ സെന്ററിലൂടെ രണ്ട് വശങ്ങളിലും മണ്ണ് നീട്ടിയിട്ടിരിക്കുന്ന ഭാഗം അത്തരത്തിലുള്ള അപ്രോച്ച് റോഡ് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അത് വളരെയധികം ഉയരത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവൃത്തികൾ ഇവിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നരിപ്പറമ്പ് ജംഗ്ഷൻ അണ്ടർപാസിന്റെ പാർശ്വഭിത്തികളുടെ കോൺക്രീറ്റ് പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായി അതിന്റെ ഉപരിതല കോൺക്രീറ്റിലേക്ക് കടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നരിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴും ആ ഭാഗത്തും നമുക്ക് അപ്രോച്ച് റോഡ് ഉയർത്തിക്കൊണ്ടുവരുന്നത് കൃത്യമായി കാണാൻ പറ്റും. ആയിരക്കണക്കിന് ലോഡ് മണ്ണുകളാണ് ആ പ്രദേശത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഗതാഗതം രണ്ടു വശങ്ങളിലൂടെ തിരിച്ചുവിട്ട് റോഡിന്റെ മധ്യഭാഗത്ത് അപ്രോച്ച് റോഡ് ഫില്ലിങ് വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡിന്റെ രണ്ട് വശങ്ങളിലും വലിയ കോൺക്രീറ്റ് ലോക്ക് കട്ടകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മതിലുകൾ തീർത്താണ് അവിടങ്ങളിൽ അപ്രോച്ച് റോഡ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് അത്യാവശ്യം ഏതാണ്ട് ഒരു 400 മീറ്ററിലധികം അല്ലെങ്കിൽ 1/2 കിലോമീറ്ററോളം നീളത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അപ്രോച്ച് റോഡ് നീണ്ടുപോകുന്നുണ്ട്. ആ അപ്രോച്ച് റോഡ് കഴിയുന്നതോടുകൂടി തന്നെ തൊട്ടടുത്ത പന്തേപാലം അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് ആരംഭിക്കുകയുമാണ്. പന്തേപാലം അണ്ടർപാസിന്റെ പ്രവൃത്തികളും വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പന്തേപാലം അണ്ടർപാസിലേക്ക് എത്തുന്നതോടുകൂടി ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. പന്തേപാലം അണ്ടർപാസിന്റെ ഉപരിതല കോൺക്രീറ്റ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പന്തേപാലം അണ്ടർപാസ് എത്തുന്നതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങളൊക്കെ കമന്റുകളിൽ രേഖപ്പെടുത്താനും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളിലേക്കും മറ്റും ചാനലിനെ സജസ്റ്റ് ചെയ്ത് വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പന്തേപാലം അണ്ടർപാസ് മുതൽ വടക്കോട്ടുള്ള വീഡിയോകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.